എല്ലാവരും നോക്കുമ്പോൾ കുറേ മുട്ട് സൂചി പോലത്തെ ചെറിയ സൂചികൾ വെച്ചിട്ടുള്ള ചികിത്സയാണ് വരുന്നത്. അതിൽ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബോഡി ക്യാൻ ഹീൽ ഇറ്റ് സെൽഫ്. ബോഡിക്ക് തന്നെ ബോഡിനെ ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ അത് ശരിയായ വിധം ഹീലാവാത്ത എന്താണെന്ന് വെച്ചാൽ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലിരിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ലാക്ക് ഓഫ് എക്സസൈസ്, ലാക്ക് ഓഫ് ഫുഡ് ഹാബിറ്റ്, പിന്നെ അതേപോലെ തന്നെ ഇമോഷണൽ ഇംബാലൻസ്. ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ പറയുന്നത് 90% ഓഫ് ഡിസീസസ് ഈസ് കമ്മിങ് ഫ്രം ഇമോഷണൽ. അങ്ങനെ സൈക്കോസൊമാറ്റിക് ആണ്. നമ്മൾ ഒരു അക്യുപഞ്ചർ ചെയ്യുമ്പോൾ കിട്ടുന്ന സെയിം എഫക്ട് ഇതിൽ എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ഡ്രഗ്സ്, വിത്തൗട്ട് മെഡിക്കേഷൻസ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതേ. ശരിക്കും പറഞ്ഞാൽ ഈ പിന്നുകൾ വെച്ച് ചെയ്യുന്നത് അതെ 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 അത് കുത്തുന്നത് വഴി നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ആക്റ്റീവ് ആവുന്നത്. അക്യുപഞ്ചർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരാൾക്കും ഒരു ഇഷ്യൂസും വരാൻ പോകുന്നില്ല. ബിക്കോസ് ഓഫ് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ഒരു എക്സ്റ്റേണൽ തെറാപ്പിയാണ്. നമ്മളുടെ അടുത്തൊരു രോഗി വരുമ്പോൾ ഹൈ ബി പിക്ക് മെഡിസിൻ ഒരു 2 നേരം കഴിക്കുന്നുണ്ടാവും. അതുപോലെ ഷുഗറിൽ ഇൻസുലിനും കുത്തുന്നുണ്ട്, പിന്നെ ടാബ്ലറ്റും കഴിക്കുന്നുണ്ട്. പിന്നെ ഹാർട്ട് കാർഡിയോ ഇഷ്യൂസിന് എന്തെങ്കിലും എക്കോസ്പിരിൻ പോലെയുള്ള ബ്ലഡ് ക്ലോട്ട് ചെയ്യാണ്ടിരിക്കാനുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊന്നിൻ്റെയും മെഡിക്കേഷൻസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാറില്ല. കാരണം ആക്ച്വലി നമ്മൾ ഇന്ത്യൻ ലോ അനുസരിച്ചിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. ഓട്ടിസം, സെറിബ്രൽ പാലസി അങ്ങനെയുള്ള കുട്ടികൾക്ക് 100% ഫ്രീയാണ്, ഏത് വലിയ കുട്ടികൾക്കായാലും. പിന്നെ 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് ഡിസീസസിനും അവിടെ ഫ്രീ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ പലരും ചോദിക്കും ഈ ഓട്ടിസം, സെറിബ്രൽ പാലസി ഒക്കെ മാറുമോ, അങ്ങനെയൊക്കെ ചോദിക്കും. നമ്മുടെ അവിടെ വന്ന ഒട്ടുമുക്കാൽ ആൾക്കാരും സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പം നോർമൽ സ്കൂളിൽ പഠിച്ചു തുടങ്ങി. ഹായ്, ഷാജാൻ അബൂബക്കർ. ടേണിംഗ് പോയിൻറ്റിൻ്റെ 100 ഇൻസ്പയറിംഗ് സ്റ്റോറീസ് എന്ന സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു ഓൺട്രപ്രണറെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. കാരണം ലോകത്ത് മൊത്തം ഇന്ന് വളരെ ശക്തി പ്രാപിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന മേഖല. ആ രംഗത്ത് കേരളത്തിൽ വ്യക്തമായ മുദ്ര പതിപ്പിച്ച് വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഓൺട്രപ്രണർ സെറീന ജാസ്മിൻ നമുക്ക് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാം. മാഡം വെൽക്കം. സെറീന ആക്ച്വലി എൻ്റെ അറിവ് പ്രകാരം ലക്ഷദ്വീപുകാരിയാണ്. അതെ അതെ അതെ. ഈ ലക്ഷദ്വീപ് നിന്ന് എങ്ങനെയാണ് കേരളത്തിലോ തെറ്റിയത്? ഇതൊരു നിമിത്തം, കാരണം കേരളത്തിൽ നല്ലൊരു മരുമകളെ ആവശ്യമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ ആക്ച്വലി ഡിഗ്രി ചെയ്ത് ഇവിടെ സെൻറ്റ് ട്രീസാസ് കോളേജിലാണ് എറണാകുളത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇങ്ങനെ കേരളത്തിലെ ഒരാളുമായിട്ടൊരു ഇഷ്ടം തോന്നി. അങ്ങനെ അദ്ദേഹം പിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞങ്ങളൊക്കെ ഈ പണ്ട് ഈ ദ്വീപിലെ കുട്ടികളെ പരിചയപ്പെടുമ്പോൾ ഇവർ ആദ്യം നമ്മളോട് പറയാ ഞങ്ങളെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് കല്യാണം കഴിപ്പിക്കില്ല. അതെ അതെ അതെ. അപ്പൊ പിക്ക് ചെയ്ത് കൊണ്ടുവന്നാണ്. അതെ അതെ അതെ. സെൻറ്റ് ട്രീസാസിൽ എന്താ പഠിച്ചേ? ഞാൻ മാത്സ് ആയിരുന്നു, BSc മാത്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കല്യാണം കഴിച്ചു. അതെ 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 അതെ. എങ്ങനെയാണ് ശരിക്കും ഈ ആൾട്ടർനേറ്റീവ് മെഡിസിൻ രംഗത്തോട്ട് വരുന്നത്? ഓൾട്ടർനേറ്റീവിൽ എനിക്ക് ഈ ഒരു സിസ്റ്റം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഒരു പ്രാവശ്യം എനിക്ക് കുറച്ച് ആഫ്റ്റർ മൈ ഡെലിവറി അപ്പോൾ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നു, സ്പൈനൽ കോഡ് ഇഷ്യൂസ് അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു അക്യുപഞ്ചർ ചെയ്തിട്ടാണ് ആക്ച്വലി അതൊന്ന് റീകവറി ആയത്. അപ്പോൾ ആദ്യം എനിക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. കുറേ മെഡിക്കേഷൻസ് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനൊരു സിസ്റ്റം ഉണ്ട്, നമുക്ക് നോക്കാം. അങ്ങനെ പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈവൻ നടക്കാൻ പോലും പറ്റാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്കത് ചെയ്തിട്ടാണ് മാറിയത്. അപ്പം ഞാൻ ഓർത്തു ഓക്കെ ഇത് കൊള്ളാം. ആദ്യം എനിക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കുറേ റിസർച്ച് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി ഓക്കെ ദിസ് ഇസ് എ സയൻസ്. അപ്പോൾ ഇതൊരു സയൻസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണെന്നുള്ളത് മനസ്സിലായി. പിന്നെ അതിനെക്കുറിച്ച് കുറേ അന്വേഷണം തുടങ്ങി, ഇത് പഠിക്കാൻ അവിടെ കിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ഇവിടെ അന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെയാണ് ഞാനത് കുറേ കൂടി കോയമ്പത്തൂരിൽ നല്ലൊരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയി, കാരക്കുടി എന്ന് പറയും, അവിടെയാണ് പിന്നെ ഞാൻ പഠിച്ചത്. രോഗിയായി ചെന്നു, ഒരു മെത്തേഡ് ഓഫ് മെഡിസിൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതെ അതെ അതെ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് കുറേ ആളുകളിലേക്ക് അത് ഷെയർ ചെയ്യണം എന്നുള്ളൊരു വളരെ നമുക്ക് വാലിഡ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ഈ പഠിത്തം കഴിഞ്ഞത് പ്രാക്ടീസ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? 4.5 years. 2020 കഴിഞ്ഞിട്ടാണ്. 21 നമ്മൾ ക്ലിനിക്ക് ഓപ്പൺ ആക്കുന്നത്. 21 ക്ലിനിക്ക് ഓപ്പൺ ആക്കി, ബാക്ക് ടു ബാലൻസ് കളമശ്ശേരിയിൽ ക്ലിനിക്ക്. അപ്പോൾ ശരിക്കും ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്താണ്? കാരണം ഈ ആൾട്ടർനേറ്റീവ് മെഡിസിൻ ആയത് കാരണം, അക്യുപഞ്ചർ ആയത് കാരണം, കേരളത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ ലക്ഷദ്വീപിലെ സ്വഭാവമല്ല കേരളത്തിൽ ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ സ്വഭാവം കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും ആരെയും അക്സെപ്റ്റ് ചെയ്യില്ല. ഇന്റർനാഷണൽ ലെവലിൽ ആൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ വേൾഡ് ഹെൽത്ത് കോൺഫറൻസ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം, ഞാൻ ഈ വേൾഡിലെ പല ഭാഗത്തും ഏകദേശം 17 രാജ്യത്തെ ആൾട്ടർനേറ്റീവ് മെഡിസിൻ പ്രാക്ടീഷണേഴ്സിനെയും റിസർച്ചേഴ്സിനെയും സയൻറ്റിസ്റ്റുകളൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയി കാണുന്നതും നമ്മുടെ നാട്ടിലെ ആൾട്ടർനേറ്റീവ് മെഡിസിനോടുള്ള ആളുകളുടെ അപ്രോച്ച് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ടൊരു ക്ലിനിക്കൊക്കെ തുടങ്ങി, സ്വന്തമായിട്ടൊരു സ്ഥാപനമൊക്കെ തുടങ്ങിയപ്പോൾ ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്തായിരുന്നു? ഫസ്റ്റ്ലി എന്ന് പറയുമ്പോൾ ഞാൻ കൊറോണ ഒരു
ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാവരും കൊറോണ ഉള്ള സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ വലിയ വലിയ സംരംഭകർ പോലും അടച്ചു പോകുന്ന അവസ്ഥ. പിന്നെ മാത്രമല്ല നമുക്കവിടെ കണ്ടെയ്ൻമെൻറ്റ് സോൺ അങ്ങനെ ആരും വരത്തില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടിലാണ്, പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് സെക്ടർ ആകുമ്പോൾ. അപ്പോൾ ആദ്യം ചലഞ്ച് ചെയ്ത് അതായിരുന്നു, ആൾക്കാർ എത്തുമോ ഇല്ലയോ അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ കുറച്ചൊക്കെ ഞാൻ അവയർനെസ് ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. അതായത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഫ്രീ ട്രീറ്റ്മെൻറ്റ്, ഫ്രീ അവയർനെസ് ക്ലാസ് ഇങ്ങനെയൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച്, കാരണം ഇതിനെക്കുറിച്ച് അധികം ആൾക്കാർക്ക് അറിയില്ല, പ്രത്യേകിച്ച് അക്യുപഞ്ചറിൽ പല രീതിയിലും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒതൻറ്റിസിറ്റിനെ കുറിച്ച് ആൾക്കാർക്ക് ഭയങ്കര കൺസേൺ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് തന്നെ സംസാരിക്കാനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പോയിട്ടാണ് കുറേ ആൾക്കാർക്ക് ഇത് ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു തട്ടിക്കൂട്ട് രീതിയിൽ ഒരു ക്ലിനിക്ക് ഇട്ട് ചുമ്മാ നമ്മൾ പൈസ ഉണ്ടാക്കാന്നുള്ള മോട്ടീവ് കൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. കാരണം ഞാനൊരു 18-20 വർഷമായിട്ട് സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതൊരു സോഷ്യലിന്, സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കുമ്പം അത് നല്ലത് കൊടുക്കണം, അത് ജെന്യുവനായിട്ട് കൊടുക്കണം. കാരണം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. കാരണം നമ്മൾ മനുഷ്യന്മാർ എല്ലാവരും ഒരു സഹജീവികളോട് കരുണ കാണിക്കാന്ന് പറഞ്ഞ പോലെ നമ്മൾ എത്തിക്സ് പാലിച്ച് ചെയ്തില്ലെങ്കിൽ അത് തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ചലഞ്ചായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു, എല്ലാ സ്ഥാപനങ്ങളും അടച്ചു പൂട്ടുന്ന ഒരു ടൈമിൽ നീ എന്തിനാ ഇതിപ്പോൾ ഓപ്പൺ ആക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ആദ്യം ഞാൻ ആ ചലഞ്ചിനെ ഞാൻ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്നിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. ഐ ബിലീവ് ഇൻ മൈസെൽഫ്. ആക്ച്വലി അതാണ് ഏറ്റവും വലിയൊരു എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഫാമിലീസ്, ഒരു മകനുണ്ട്. അപ്പോൾ ആ മകന് അന്ന് ചെറിയ ഏജായിരുന്നു, ഇപ്പോൾ 13 വയസ്സായി. അപ്പോൾ ആ സമയത്തും ആൾക്കാർ കൊച്ചിനെയൊക്കെ വിട്ടുകൊണ്ട് കൊച്ചിൻ്റെ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ നോക്കണം, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഫാമിലി കട്ട സപ്പോർട്ട് ചെയ്തു. ഹസ്ബൻഡ് അതിനേക്കാളും അപ്പുറം സപ്പോർട്ട് ചെയ്തു. കാരണം അദ്ദേഹവും ഞാനും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറിൽ നിന്ന് വന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കേരളത്തിൽ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ തന്നെ ഇരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല, എൻ്റെ ഉള്ളിലെ കഴിവുകളെ പുറത്തെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഒരുപക്ഷെ എനിക്ക് കിട്ടിയെന്ന് വരില്ല. എന്ന് വെച്ചാൽ അവിടെ ഉണ്ട്, ഗവൺമെൻറ് ജോബ്സ് ഒക്കെ ഉണ്ട്. ഞാൻ ആ ഒരു തലത്തിൽ ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് ഇപ്പോൾ ഇരിക്കേണ്ടി വന്നേനെ. പക്ഷേ എനിക്കതിനോട് വലിയ താല്പര്യമില്ല. എന്തെങ്കിലും സോഷ്യൽ സർവീസ് ചെയ്യണം നമ്മുടെ കരങ്ങൾ കൊണ്ട്. ഇപ്പോൾ ഇത് ഒരു സർവീസ് എന്ന് പറയുമ്പോൾ ഒരു ആസ് എ ഓൾട്ടർനേറ്റീവ് ഡോക്ടർ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഹീലിംഗ് ഈസ് ഓൺലി ഫ്രം ദർ. വി ആർ ഓൾ ബിലീഫ് ഇൻ ഗോഡ്. പക്ഷേ വി ആർ എ മീഡിയേറ്റർ. നമുക്കൊരു മീഡിയേറ്ററായിട്ട് നിന്നുകൊണ്ട് നമുക്ക് ഇതിന് ഒരുപാട്, ഈ സിസ്റ്റത്തിന് നല്ല കഴിവുണ്ട്, റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആ റിസൾട്ട് ഒരുപാട് ആൾക്കാരിൽ ഞാൻ അല്ലാണ്ട് എൻ്റെ വീട്ടിലൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു, വെറുതെ ഫ്രീ ആയിട്ട്. അതിൽ റിസൾട്ട് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് കൊള്ളാം, ഇത് ജനങ്ങളിലോട്ട് എത്തിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി. നല്ല ചലഞ്ചായിരുന്നു, കാരണം ആരും അക്സെപ്റ്റ് ചെയ്യില്ല ഇത്. ഈവൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് പോലും പറയും, ഈ സൂചി വെച്ചിട്ട് നീ ആൾക്കാരെ ഇപ്പം ചികിത്സിച്ച് ഭേദാക്കാൻ പോവാണോ, ഇത്രയും വലിയ രോഗങ്ങളൊക്കെ ഈ സൂചി വെച്ചിട്ട് മാറുമോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ വീട്ടുകാർക്ക് തന്നെ ആദ്യം വീട്ടുകാരോടുള്ള ഒരു ചലഞ്ച്, പിന്നെ കൂട്ടത്തിലുള്ള കുറേ പേര് പറഞ്ഞു ഇതെന്തായാലും വിജയിക്കില്ല, ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞു. ഈ അക്യുപഞ്ചർ എന്ന് പറയുമ്പോൾ ഇന്നും നമ്മുടെ നാട്ടിൽ, ശരിക്കും കേരളത്തിൽ, ഇപ്പോൾ ഈ കോയമ്പത്തൂരിൽ നിങ്ങൾ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ എനിക്കറിയാം. എനിക്ക് അവിടെ പഠിച്ച് വളരെ സക്സസ്ഫുള്ളായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേരെ അറിയാം. എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള, എൻ്റെ ഫാമിലിയായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ നാട്ടിൽ ഇന്നും ആളുകൾക്ക് അക്യുപഞ്ചർ എന്ന് പറയുമ്പോൾ അറിയാത്ത കുറേ പേരുണ്ട്. പ്രത്യേകിച്ച് ചില റീസെൻറ്റ് ഇഷ്യൂസൊക്കെ കേട്ടിട്ട്. ആക്ച്വലി എന്താണ് ഈ അക്യുപഞ്ചർ? അത് എന്താണ് അതിൻ്റെ സയൻസ് ആക്ച്വലി? അക്യുപഞ്ചർ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്കറിയാം ദാറ്റ് ഈസ് എ ചൈനീസ് മെഡിസിൻ. TCM എന്നാണ് പറയുക, ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ പറയാം. അപ്പോൾ ഈ TCM എന്ന് പറയുന്നത് ചൈനയിലും അതിൽ ഫോറിൻ കൺട്രീസിലൊക്കെ ആക്ച്വലി ഈ മെഡിക്കൽ ക്ലെയിം മീൻസ് നമുക്ക് ഇത് കിട്ടുമല്ലോ, ഇൻഷുറൻസിന് അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ആക്ച്വലി UK-യിലും അമേരിക്കയിലും ഒക്കെ. ഇൻഷുറൻസ് ക്ലെയിം അക്യുപഞ്ചറിനുണ്ട്. അപ്പോൾ പക്ഷെ നമ്മുടെ ഇവിടെ അധികം പ്രചാരണത്തിലില്ല. ഈവൻ ചൈനയിലാണ് ഇതിൻ്റെ ഉത്ഭവം. അപ്പോൾ ചൈനയിലൊക്കെ വലിയ വലിയ നമ്മുടെ ഇവിടുത്തെ പോലത്തെ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമുക്ക് സാങ്ഷൻ മീൻസ് അവിടെ നടത്താനുള്ള സാങ്ഷൻ കിട്ടണമെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് വേണം. ഇവിടെ ആണെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ തരൂല്ല. അതാണ് ഡിഫറൻസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ വരുന്നത്. കുറേ എല്ലാവരും നോക്കുമ്പോൾ കുറേ മുട്ടുസൂചി പോലത്തെ ചെറിയ സൂചികൾ വെച്ചിട്ടുള്ള ചികിത്സയാണ് വരുന്നത്. അതിൽ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബോഡി ക്യാൻ ഹീൽ ഇറ്റ് സെൽഫ്. ബോഡിക്ക് തന്നെ ബോഡിനെ ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ അത് ശരിയായ വിധം ഹീലാവാത്ത എന്താണെന്ന് വെച്ചാൽ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലിരിപ്പെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ലാക്ക് ഓഫ് എക്സസൈസ്, ലാക്ക് ഓഫ് ഫുഡ് ഹാബിറ്റ്, പിന്നെ അതേപോലെ തന്നെ ഇമോഷണൽ ഇംബാലൻസ്.
ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ പറയുന്നത് 90% ഓഫ് ഡിസീസസ് ഈസ് കമ്മിങ് ഫ്രം ഇമോഷണൽ, അങ്ങനെ സൈക്കോസൊമാറ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമോഷൻസിനെയും കൂടി ക്ലിയർ ചെയ്യേണ്ട ആവശ്യകത നമുക്കുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് സൈക്കോസൊമാറ്റിക് പ്രോബ്ലംസും അതുപോലെ ഫിസിക്കൽ ഇഷ്യൂസ് അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ബാലൻസ് ചെയ്യാനായിട്ട് ബോഡിക്ക് പറ്റും. അതിനിപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ, ഇപ്പോൾ താങ്കൾ വിചാരിക്കുക, ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇതിന് വിചാരിക്കുന്നത് പെയിൻ മാനേജ്മെൻറ്റ് എന്നാണ്. ഓഫ് കോഴ്സ് ഇതിന് ഭയങ്കര പെയിൻ മാനേജ്മെൻറ്റിന് ഭയങ്കരമായിട്ടുള്ളൊരു കഴിവ് ഇതിനുണ്ട്. അപ്പോൾ ഈ പെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു നടുവേദന ആയാലും കാലുവേദന ആയാലും മുട്ടുവേദന ആയാലും നമ്മൾ മെഡിസിൻസ് പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പം മുട്ടിലോട്ടല്ല നമ്മൾ കഴിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിക്കുന്നു അതുപോലെ നമ്മുടെ ആമാശയത്തിൽ ചെന്നിട്ട് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പോൾ അതുപോലെ അപ്പോൾ ഒരു പെയിൻ കില്ലർ കഴിക്കുമ്പോൾ ബോഡിയിൽ ഹൗ ഡസ് ഇറ്റ് വർക്ക്സ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് പെയിൻ കില്ലർ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്വമേധയുള്ള പെയിൻ കില്ലേഴ്സ് ആയിട്ടുള്ള കണ്ടൻറ്റിനെ ആക്റ്റീവ് ആക്കുന്നു, പെയിൻ എന്നുള്ള സിഗ്നൽസിനെ അവിടെ ബ്രേക്ക് ചെയ്യുന്നു ഹൈപ്പോതലാമസ് ചെന്നിട്ട്. ഇത് തന്നെയാണ് നമ്മൾ ഒരു അക്യുപഞ്ചർ ചെയ്യുമ്പോഴും കിട്ടുന്ന സെയിം എഫക്റ്റ്. ഇതിൽ എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ഡ്രഗ്സ്, വിത്തൗട്ട് മെഡിക്കേഷൻസ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ ഇത് നീഡിൽ ഒരു ചില പെർട്ടിക്കുലർ പോയിന്റ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു 365 പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ്സ് എല്ലാം അനസ്തീഷ്യ പോയിന്റ്സ് അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. ഇപ്പം നമ്മളുടെ കൈയിൻ്റെ ഇവിടെ എടുക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് ഈ പൊങ്ങി നിൽക്കുന്ന ഈ ഭാഗം LI4 എന്നൊക്കെയാണ് ഈ പോയിന്റ്സിനെ പറയാം. ഇത് എന്ത് സെൻസ് ഓർഗൻസ് ഇഷ്യൂസ് മീൻസ് ഫോർ എക്സാമ്പിൾ മൈഗ്രെയിൻ, അതുപോലെ തന്നെ ഹെഡ് ഏക്ക്, ഇയർ പ്രോബ്ലംസ്, നോസ് പ്രോബ്ലംസ്, ടങ് പ്രോബ്ലംസ്, ഈ ഭാഗത്ത് വരുന്ന എന്ത് പെയിനിനെയും, മുഖത്തിലെ പെയിൻ, എന്ത് പെയിനിനെയും റിലീഫ് ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻ കില്ലർ പോയിന്റ് ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ സയന്റിഫിക്കലി പ്രൂവൺ അല്ലാത്ത ഒന്നും ഇവിടെ സംസാരിക്കുന്നില്ല. ഇതിൽ നമ്മൾ പ്രസ് ചെയ്യുകയോ നല്ല ഫോഴ്സിൽ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ നീഡിൽ അപ്ലൈ ചെയ്യുകയോ ചെയ്യുമ്പോൾ അവിടെ വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ സ്വമേധയുള്ള പെയിൻ കില്ലേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ദാറ്റ് ഈസ് നോൺ ആസ് നമ്മൾ പറയുന്നതാണ് എൻഡോർഫിൻ എന്നൊക്കെയാണ് പറയാം. ഈ എൻഡോർഫിൻ ബോഡിയിലുണ്ട്, പക്ഷെ അത് വർക്ക് ചെയ്യാത്ത ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ഘടകങ്ങളുണ്ടാണ്. അപ്പോൾ ഈ എൻഡോർഫിൻ്റെ അളവിനെ കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ബോഡി തന്നെയാണ് ബോഡിനെ ഹീൽ ചെയ്യുന്നത്. അവിടെ എവിടെയെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ആ ബ്ലോക്കേജിനെ മാറ്റി ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ നമ്മൾ ആക്റ്റീവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഈ പിന്നുകൾ വെച്ച് ചെയ്യുന്നത് അതെ അത് കുത്തുന്നത് വഴി നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ആക്റ്റീവ് ആവുന്നത്. ഈ അക്യുപഞ്ചർ പലപ്പോഴും ഈ ഹോമിയോ ആയിട്ട് അല്ലെങ്കിൽ ഹിജാമ, ഇപ്പോൾ സുജോക്കോ, ഇങ്ങനെ പല സംഭവങ്ങളായിട്ടും അക്കമ്പനി ഇത് വരുന്നത് നമ്മൾ കേൾക്കാറുള്ളത്. ഇതൊക്കെ തമ്മിലുള്ള കണക്ഷൻസ് എന്താ? ആക്ച്വലി ഹോമിയോ ആയിട്ട് അങ്ങനെ അക്യുപഞ്ചറിന് വലിയ കണക്ഷൻസ് ഇല്ല. യുനാനിയുമായിട്ടുണ്ട്. യുനാനിയിൽ ഹിജാമ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻസിൽ യുനാനിക്കാർ പറയുന്നതാണ് ഹിജാമ അവരുടെ ഒരു സിലബസിലുള്ളതാണ്. ഓഫ് കോഴ്സ് അവരുടെ സിലബസിൽ അറബിക്കാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻസിൽ ഒരു സബ്ജക്റ്റായിട്ട് നമുക്ക് കപ്പിംഗ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ കപ്പിങ്ങിൽ തന്നെ ഹിജാമ എന്നുള്ളത് മാത്രമല്ല കപ്പിംഗ്. നമ്മൾ കപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കപ്പ് വെച്ചിട്ട് കുറെ ബ്ലഡ് എടുക്കുന്ന പ്രോസസ്സിങ്, അതാണ് പൊതുവേ കപ്പിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷെ ആക്ച്വലി അത് മാത്രമല്ല കപ്പിംഗ്. കപ്പിംഗ് എന്ന് പറയുമ്പോൾ ഡ്രൈ കപ്പിംഗ്, ബാംബു കപ്പിംഗ്, അതുപോലെ തന്നെ ഗ്ലാസ് കപ്പിംഗ്, ഫയർ കപ്പിംഗ്, ഹെർബൽ കപ്പിംഗ്, ഐസ് കപ്പിംഗ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കപ്പിംഗ് ഉണ്ട്. കപ്പിംഗ് തെറാപ്പിയും ഹിജാമയും രണ്ടാണ്? ഇല്ല, ഒന്നാണ്. ഹിജാമനെ നമ്മൾ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻസിൽ പറയുന്ന പേര് വെറ്റ് കപ്പിംഗ് എന്നാണ്. അതായത് കപ്പ് വെച്ചിട്ട് നമ്മൾ സ്ക്രാച്ച് ചെയ്തിട്ട് ചെയ്യുന്നതിനെയാണ് വെറ്റ് കപ്പിംഗ് എന്ന് പറയാ. ദാറ്റ് ഈസ് ഇൻ ദ അറബിക് ദാറ്റ് ഈസ് നോൺ ആസ് ഹിജാമ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഹിജാമ കപ്പിംഗ് തെറാപ്പിയുടെ ഒരു കൈൻഡ് ഓഫ് കപ്പിംഗ് തെറാപ്പിയാണ്. അപ്പോൾ ഞാൻ ഈ നിമിഷം വരെ സെറീന ഇത് പറയുന്ന നിമിഷം വരെ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ ഹിജാമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഹിജാമയുടെ ഇംഗ്ലീഷാണ് കപ്പിംഗ് തെറാപ്പി. ഹിജാമ ഈസ് ദ അറബിക് വേർഡ്. ഹിജാമ കൈൻഡ് ഓഫ് കപ്പിംഗ് തെറാപ്പി. അപ്പോൾ അങ്ങനെ കുറേ കപ്പിംഗ് തെറാപ്പീസിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഈ സുജോക്ക് എന്താ ആക്ച്വലി? അതായത് സു മീൻസ് ഹാൻഡ്സ് ആൻഡ് ജോക്ക് മീൻസ് ഫൂട്ട് എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് ഇതൊരു കൊറിയൻ ചികിത്സാ രീതിയാണ്. അപ്പം നമ്മുടെ ഹോൾ ബോഡിയുടെ ഇന്റേണൽ ഓർഗൻസ്, പ്രൊട്രൂഡിങ് പാർട്സ് എന്ന് പറയുമ്പോൾ കൈയും കാലുകളെല്ലാം നമ്മുടെ കൈകളിലാണ് അതിൻ്റെ പോയിന്റ്സ് വരാം. അപ്പം നമുക്ക് ഈസി ടു ലേൺ എന്നുള്ളതാണ്. കാരണം ഇത്രയും പോർഷൻസ് മാത്രം പഠിച്ചാൽ മതി, കാലിൻ്റെ പോർഷൻസ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അത് ശരിക്കും ഇൻ്റർനാഷണൽ ലെവലിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ISAയുടെ സർട്ടിഫിക്കറ്റ് മാത്രമേ അതിൽ വാല്യൂഡ് ഉള്ളൂ. ISA മീൻസ് ഇൻ്റർനാഷണൽ സുജോക്ക് അസോസിയേഷൻ. അപ്പോൾ അത് നാഗ്പൂരിലാണ് അതിൻ്റെ ഇന്ത്യൻ ഓഫീസ് വരുന്നത്. മെയിൻ ഇൻ്റർനാഷണൽ ഓഫീസ് വരുന്നത് റഷ്യയിലുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ട്രെയിനറും കൂടിയാണ് ഞാൻ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ അതിൻ്റെ വർക്ക്ഷോപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ അതിലാണ് ഈ സീഡ് തെറാപ്പി, ലീഫ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് മാഗ്നറ്റിക് തെറാപ്പി, ഇതൊക്കെ നമുക്ക് സുജോക്കിലാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ ഈ നേരത്തെ ഈ പ്രത്യേകിച്ച് അക്യുപഞ്ചർ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകളിലൊക്കെ നമ്മൾ അക്യുപഞ്ചർ ചികിത്സാ രീതി അപ്ലൈ ചെയ്തു, അത് പല ഇഷ്യൂസിലേക്ക് എത്തിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ശരിക്കും എന്താണ് അതിൽ സംഭവിക്കുന്നത്?
ആക്ച്വലി അതിൽ പല ഘടകങ്ങളുണ്ട്. അക്യുപഞ്ചർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരാൾക്കും ഒരു ഇഷ്യൂസും വരാൻ പോകുന്നില്ല. ബിക്കോസ് ഓഫ് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു എക്സ്റ്റേണൽ തെറാപ്പിയാണ്. ഇതിൽ യാതൊരു വിധ ഉള്ള ഹാംഫുൾ ആയിട്ടുള്ള ഒന്നുമില്ല. നമ്മൾ ഇന്റേണലി ഒന്നും കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്നുള്ള അക്യുപഞ്ചറിൽ നമ്മൾ ആരുടെയും മെഡിക്കേഷൻസ് ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറയാറില്ല. നമ്മളുടെ അടുത്തൊരു രോഗി വരുമ്പോൾ ഹൈ ബി പിക്ക് മെഡിസിൻ ഒരു 2 നേരം കഴിക്കുന്നുണ്ടാവും. അതുപോലെ ഷുഗറിൽ ഇൻസുലിനും കുത്തുന്നുണ്ട്, പിന്നെ ടാബ്ലറ്റും കഴിക്കുന്നുണ്ട്. പിന്നെ ഹാർട്ട് കാർഡിയോ ഇഷ്യൂസിന് എന്തെങ്കിലും എക്കോസ്പിരിൻ പോലെയുള്ള ബ്ലഡ് ക്ലോട്ട് ചെയ്യാണ്ടിരിക്കാനുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊന്നിൻ്റെയും മെഡിക്കേഷൻസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാറില്ല. കാരണം ആക്ച്വലി നമ്മൾ ഇന്ത്യൻ ലോ അനുസരിച്ചിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. പിന്നെ നമുക്കിതിൽ മെഡിക്കേഷൻസ് ഇല്ല. ഇതിനെ നമ്മൾ പറയുന്നത് ടോട്ടലി ഡ്രഗ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ, ഡ്രഗ്ലെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രഗ് കൊടുക്കാനുള്ള അനുമതി ഇല്ല എന്നല്ല, നിർത്താനുള്ള അനുമതിയില്ല. അപ്പം നമുക്ക് ഏത് ഡോക്ടറാണോ ആ മെഡിസിൻ കൊടുത്തത് ആ ഡോക്ടർക്ക് അനുവാദമുള്ളൂ അത് കുറക്കണോ കൂട്ടണോ എന്ന് അറിയാനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ ഫാർമക്കോളജി ഒന്നും പഠിച്ചിട്ടില്ല. ഇതിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ കണ്ടന്റ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈവൻ ഇപ്പോൾ എല്ലാവരും പറയും അത് ഭയങ്കര സൈഡ് എഫക്ട്സ് ഉള്ളൂ. വാട്ട് ഈസ് മീൻ ബൈ സൈഡ് എഫക്ട്സ്? നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. നമ്മൾ പൊതുവേ കുഞ്ഞു കുട്ടികളും പറയുന്നതാണ് അധികം കഴിക്കണ്ട, സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നൊക്കെ ഉള്ളത്. പക്ഷെ അത് പറയാൻ നമ്മൾ ആളല്ല. നമ്മളെല്ലാത്തിനും അവരവർ പഠിച്ച സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാനും പ്രവർത്തിക്കാനും പാടുള്ളൂ. കാരണം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ പൗരന്മാർക്ക് അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അത് നമ്മൾ പാലിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്ന കുറച്ച് അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന കുറേ ആൾക്കാർ ചെയ്യുന്നത് മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യും ഫസ്റ്റ്ലി. അപ്പോൾ അവർക്ക് കുറേ കൂടി വിഡ്രോ സിംറ്റംസ് കൂടും. അത് പിന്നെ കൊളാപ്സ്ഡ് ആവും. ഈവൻ ICUലാവുന്ന കേസസ് എനിക്കറിയാം, ഡെത്ത് കേസസ് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന ബ്ലണ്ടറായിട്ട് ഇത് ഒരു ലോജിക് അല്ലാണ്ടും സയൻറ്റിഫിക്കലി അല്ലാണ്ടും ട്രീറ്റ്മെൻറ്റിനെ എടുക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ പറയുന്നത് അനുസരിച്ച് ആക്ച്വലി സിസ്റ്റത്തിൻ്റെ പ്രശ്നമല്ല, പ്രാക്ടീഷണറിൻ്റെ പ്രശ്നമാണ്. സിസ്റ്റത്തിൻ്റെ പ്രശ്നവും ചെറുതായിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ TCM അല്ല അവർ പ്രാക്ടീസിനെ, വേറെ സിസ്റ്റം ഓഫ് അവർ TCM എന്നതിനെ പറയുന്നില്ല. അവർ എല്ലാ മെഡിസിൻസും സ്റ്റോപ്പ് ചെയ്യുന്നു. ഈവൻ ഇപ്പോൾ നമ്മളിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഈ പാരാമീറ്റേഴ്സ് അതിനൊക്കെ എതിരാണ്. അവരൊന്നും ടെസ്റ്റ് ചെയ്യണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യാണ്ട് അറിയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നമ്മളെല്ലാം ചെയ്യുന്നത് ഡയഗ്നോസിസ് മെത്തേഡ് ട്രഡീഷണൽ ഡയഗ്നോസിസ് മെത്തേഡാണ്. പൾസ് ഡയഗ്നോസിസ്, ഐ ഡയഗ്നോസിസ്, ടങ് ഡയഗ്നോസിസ്, ഫേസ് ഡയഗ്നോസിസ്, അങ്ങനെ ഡയഗ്നോസിസ് മെത്തേഡ് ഈസ് ടോട്ടലി ട്രഡീഷണൽ. പക്ഷെ എന്നാൽ പോലും നമ്മളുടെ കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മൾ ഇന്നിപ്പോൾ ഹെൽത്ത് സെക്ടർ വളരെ വളർന്നിരിക്കുന്നു. റോബോട്ടിക് സർജറി ഉള്ള കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കുറേയൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതും. ചിലപ്പോൾ അതേ പാരാമീറ്റേഴ്സിൻ്റെ അതേ ഇതിലല്ല നമ്മുടെ ഒരു സിസ്റ്റം വരുന്നത്. കാരണം എല്ലാത്തിൻ്റെയും ഫിസിയോളജി ഡിഫറെൻറ്റാണ് എല്ലാ സിസ്റ്റത്തിൻ്റെയും. പക്ഷെ നമ്മളത് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളെങ്കിലും ഇപ്പോൾ ഷുഗർ ഇത്ര ഉണ്ട്, 355 ആണ് FPS, അല്ലെങ്കിൽ PPBSൽ ഇത്രയും ഉണ്ടെന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ മൈൻഡിൽ കണക്കാക്കിക്കൊണ്ട് വേണം ഈ പേഷ്യൻറ്റിൻ്റെ ഡയറ്റ് പറഞ്ഞു കൊടുക്കാലോ അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കലോ ഒക്കെ ചെയ്യാനായിട്ട്. പക്ഷേ ഇതൊന്നുമില്ല. ഒരു ഡയറ്റ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരു നാച്ചുറോപ്പതി ഡോക്ടർ വേണം നമുക്ക്. അപ്പോൾ അവർക്കാണ് ഡയറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് തോന്നിയ പോലെ ഇപ്പോൾ റീസെൻ്റ്ലി എല്ലാവരും ന്യൂസിൽ കണ്ടിട്ടുണ്ട് 300 ml വാട്ടറും 4 ഈന്തപ്പഴവും മാത്രമാണ് അവരോട് കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് മാസങ്ങളോളമായിട്ട്. അപ്പോൾ ആ സ്ത്രീനെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഒരു ഐശ്വര്യമുള്ള ഒരു സ്ത്രീയാണ് ഫോട്ടോയിൽ കാണുന്നത്. പക്ഷേ അവസാന നിമിഷം എല്ലാം കോലുമായിട്ടായിപ്പോയി. താങ്കൾ തന്നെ ചിന്തിക്കൂ, നമ്മൾ ഒരു മാസം വെറും ഒരു 300 ml വെള്ളവും 4 ഈന്തപ്പഴവും കഴിച്ചാൽ നമുക്ക് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുക? അത് ഏത് സിസ്റ്റം പ്രകാരമായിരിക്കും പുള്ളി പറഞ്ഞിട്ടുണ്ടാവും? അവർ പറയുന്നത് അത് ഞാനിപ്പോൾ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പല കോൺട്രവേഴ്സിയും നടക്കുന്നുണ്ട്. അവർ അക്യുപഞ്ചറിനെ അവരുടേതായ തലത്തിലുള്ള സിസ്റ്റമാക്കി അവർ മാറ്റി. പക്ഷെ അത് സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. ഈ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയുന്ന ചൈനീസ് ട്രഡീഷണൽ മെത്തഡായി അക്യുപഞ്ചർ ലോകത്ത് എത്ര രാജ്യത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? ഏകദേശം 72 രാജ്യങ്ങളോളം പ്രാക്ടീസ് ചെയ്യുന്നു. അതിൽ കൂടുതലുണ്ടാവും ചിലപ്പോൾ. ഈ രാജ്യങ്ങളിൽ ഇപ്പോൾ ഈ USA, UK പോലത്തെ ഈ രാജ്യങ്ങളിലെല്ലാം ഇത് വളരെ ലീഗലായി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ ഇന്ത്യയിൽ ലീഗലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന 2 സ്ഥലമുണ്ട്. അത് മഹാരാഷ്ട്രയിലും വെസ്റ്റ് ബംഗാളിലും. മഹാരാഷ്ട്രയിലും വെസ്റ്റ് ബംഗാളിലും ആക്ച്വലി അക്യുപഞ്ചറിന് കൗൺസിലുണ്ട്, ഗവൺമെൻറ് കൗൺസിലുണ്ട്. കേരളത്തിൽ കൗൺസിൽ ഇല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഞാനിപ്പോൾ ഇതിൽ കൂടെ തന്നെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന AJC എന്ന് പറഞ്ഞിട്ട് അക്യുപഞ്ചർ ജോയിൻറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ട്
ചെയ്യാനായിട്ട് ഒരു കൗൺസിൽ രൂപീകരിക്കാനായിട്ട് ഞങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു, ഗവൺമെൻറ്റിന് സമർപ്പിച്ചു, എല്ലാ മന്ത്രിമാരെ MLA ഒക്കെ കണ്ട് നിവേദനം കൊടുത്തു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊരു റെഗുലേറ്ററി ബോർഡ് വേണം. എന്നാലാണ് ആർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാം, ആർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ, ഇവർ എത്രമാത്രം പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളൊരു, അതായത് സെയിം ആസ് വെസ്റ്റ് ബംഗാൾ ഓർ അവിടെയൊക്കെ അങ്ങനെയുണ്ട്. വെസ്റ്റ് ബംഗാൾ, മഹാരാഷ്ട്രയിലും അവരൊരു എലിജിബിലിറ്റി ടെസ്റ്റ് വെച്ചു, എലിജിബിലിറ്റി എക്സാം വെച്ചു. അങ്ങനെയൊക്കെ എക്സാം വെച്ചിട്ട് വേണം ഇതിനെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കൊണ്ടുവരാനായിട്ട്. എനിക്ക് തോന്നുന്നു ഈ വെസ്റ്റ് ബംഗാൾ ആൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആകുന്നു. ഞാൻ ഈ ആൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ കോൺഫറൻസിന് പോയ സമയത്ത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് കുറേ പേരെ പരിചയപ്പെട്ടായിരുന്നു. കുറേ ഹോമിയോ പ്രാക്ടീഷണേഴ്സ്, അവർക്ക് അവിടെ കുറേ അസോസിയേഷൻസും കാര്യങ്ങളൊക്കെ കുറച്ച് സ്ട്രോങ് ആണ്. ഈവൻ അക്യുപഞ്ചറിനും അസോസിയേഷൻ ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ അക്യുപഞ്ചർ പ്രാക്ടീഷണേഴ്സിന് നിലവിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയ ഒരു കൗൺസിലും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു മാനദണ്ഡം വരാത്തതുകൊണ്ട് ആർക്കും പ്രാക്ടീസ് ചെയ്യാം. ഇല്ല ആർക്കും പ്രാക്ടീസ് ചെയ്യാന്നുള്ള മട്ടായി. ബാൻഡല്ല, പക്ഷേ ഇല്ല ബാൻഡല്ല, അല്ല. ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു ജോലി ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് ഒരു 6 months കൊണ്ട് ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് പോലെ ഒരു അക്യുപഞ്ചർ സെൻറ്റർ എന്നിട്ട് അക്യുപഞ്ചർ ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിന് പ്രശ്നം വരുന്നത്. ഇത് ശരിക്കും മുനിസിപ്പാലിറ്റി രജിസ്ട്രേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് ഉണ്ടോ, ഒരു ക്ലിനിക്ക് ഇടാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ നോയിഡിലായാലും ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ പോകുന്നു? ആകെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ബയോ വേസ്റ്റ് എടുക്കുന്ന ഇമേജാണ്. അത് IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ സംഘടനയാണ്. അപ്പോൾ അവരുടെ ഇത് കിട്ടുന്നുണ്ടോ, അതുണ്ടോ? ഇതൊക്കെ ഒരു ക്ലിനിക്ക് ഇടുമ്പം നമ്മൾ പാലിക്കേണ്ട കുറേ മാനദണ്ഡങ്ങളുണ്ട്. കാരണം നമ്മൾ എല്ലാ ലോയും അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. എനിക്കൊന്നൊരു സെറീനയുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മൂവ്മെന്റ്സിന് അതിലേക്കൊക്കെ എത്തിക്കാൻ പറ്റട്ടെ. കേരളത്തിൽ ടോട്ടൽ എത്ര അക്യുപഞ്ചർ പ്രാക്ടീഷണേഴ്സ്? ഓൾമോസ്റ്റ് ഒരു 5,000 ഇപ്പോൾ ഉണ്ട്. ഞാൻ കുറേ അക്യുപഞ്ചർ പ്രാക്ടീഷണേഴ്സിനൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു അക്യുപഞ്ചർ പ്രാക്ടീഷണർ എന്നപ്പുറത്തേക്ക് പല വേദികളിലും ഞാൻ സെറീനാനൊരു ഇൻഫ്ലുവൻസറായിട്ടും ഒരു ഓൺട്രപ്രണർ എന്നൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഞാൻ പങ്കെടുത്ത പല വേദികളും കണ്ടിട്ടുണ്ട്. നമ്മൾ നേരിട്ട് ആദ്യമായിട്ട് സംസാരിക്കണമെങ്കിലും കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന ഒരു ആൾട്ടർനേറ്റീവ് മെഡിസിൻ പ്രാക്ടീഷണർ എന്നതിനപ്പുറത്തേക്ക് ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിലേക്ക് മാറാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയാണ്? എങ്ങനെയൊക്കെയോ ആയിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു ആസ് എ ഓൺട്രപ്രണർ നമ്മൾ എപ്പോഴും എല്ലാവരും പറയുന്നതാണ്, നിങ്ങൾ വലിയ ഓൺട്രപ്രണറാണ്, നിങ്ങൾ ഭയങ്കര ലക്കിയാണ്, ഇതാണെന്നൊക്കെ. പക്ഷെ ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ച്, ഒരു സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന കുറേ പ്രശ്നങ്ങളൊന്നും അവർ കാണുന്നില്ല. നമ്മുടെ ചില ഇവൻറ്റ്സ്, നമ്മുടെ ചില സക്സസ്, ചില അവാർഡ് ഫങ്ഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. ബിഹൈൻഡ് ദ സീൻ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ബിഹൈൻഡ് ദ സീൻ പാതിരാത്രിയാണ്, നമ്മൾ ക്യാമറ പിന്നെ ഫുൾ ടൈം ഡ്രസ്സിൽ പിടിപ്പിച്ചുകൊണ്ട് നടക്കണം. സത്യം, എന്നാലേ ബിഹൈൻഡ് സീൻ കാണുള്ളൂ. കാരണം എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാൻ പണിയെടുക്കുക, ഞാൻ ആ സമയത്തും, കാരണം നമ്മൾ ട്രാവലിങ്ങില്ല. അപ്പം മറ്റുള്ളവർ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഈ കടന്ന് പ്രത്യേകിച്ച് ഇങ്ങനൊരു സിസ്റ്റത്തെ അതിന് ഇത്രയും റീച്ചിലോട്ട് കൊണ്ടുവരാനും ഇത് കറക്റ്റാണ്. എനിക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ പുള്ളിങ്, നെഗറ്റീവ്സ്, ബാക്കി സിസ്റ്റം ഓഫ് മെഡിസിൻസിലെ ആൾക്കാർ നമ്മളെ പുള്ളിയുക, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് എനിക്കുണ്ടായിട്ടുണ്ട്. ഈവൻ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ക്ലിനിക്കിൻ്റെ നടത്തിപ്പിനെ പോലും ബാധിക്കുന്ന രൂപത്തിൽ ചില ആൾക്കാർ വന്നിട്ട് നിന്നിട്ടുണ്ട്. നമ്മുടെ അവിടെ നിന്ന ആൾക്കാർ, നമ്മുടെ അവിടെ മുമ്പ് വർക്ക് ചെയ്ത ആൾക്കാർ പോലും നമുക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ ആസ് എ ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കണമെങ്കിൽ അതിൽ ഒറ്റ ഇതേ ഉള്ളൂ, ഹാർഡ് വർക്കിംഗ്. ഇതിൽ ഒരു ഷോർട്ട് കട്ടും ഇല്ല. അപ്പം നമ്മളൊരു സംരംഭക എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം പലരും ചിന്തിക്കണതാണ്, നിങ്ങളുടെ ബാക്കിൽ ഹസ്ബൻഡ് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്, ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നത്. ഞങ്ങൾക്കൊന്നും 5 കുട്ടികളുണ്ട്, 4 കുട്ടികളുണ്ട്, കുട്ടികളെ ഇട്ടിട്ട് എവിടെയും വരാൻ പറ്റത്തില്ല, എൻ്റർപ്രണർ ആവാൻ പറ്റത്തില്ല എന്ന് പറയും. പക്ഷേ എല്ലാവർക്കും പറ്റും. കാരണം നമുക്ക് അതിനോടുള്ള ഒരു പാഷൻ വേണം. ഫസ്റ്റ്ലി ആദ്യം വേണ്ട ഒരു പാഷൻ, പിന്നെ ഒരു ഡ്രീം ഉണ്ടാവുക, പിന്നെ അതിന് വേണ്ട എനർജി നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളത്. ഈ എനർജി എവിടെ നിന്ന് കളക്ട് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഫുഡിൽ നിന്നാണ് എനർജി കിട്ടുന്നത് എന്നുള്ളത്. ഇന്നത്തെ ഫുഡ് കഴിച്ചാൽ കോട്ടുമായിട്ട് കിടന്ന് ഉറങ്ങണം, അല്ലാണ്ട് എവിടെ നിന്ന് എനർജി വരുന്നത് അല്ലേ? അപ്പോൾ എനർജി എന്നുള്ളത് നമുക്ക് സോൾഫുൾ കണക്ഷൻസ് എന്നാ പറയാം. നമ്മുടെ സോൾ കറക്റ്റ് ചെയ്യുക. നമുക്ക് തന്നെ അറിയാം, ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് ഫിസിക്കലി, മെൻ്റലി ആൻഡ് സോഷ്യലി വെൽബീയിങ് എന്നാണ് പറയാം. പക്ഷേ ഈ ഫിസിക്കലി, മെൻ്റലി, സോഷ്യലി ആൻഡ് സ്പിരിച്വലി വെൽബീയിങ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ആ സ്പിരിച്വലി കുറേ കൂടി കണക്ട് ചെയ്ത് നമ്മൾ പൊതു സമൂഹത്തിന് എപ്പോഴും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഏറ്റവും നല്ലൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മളെ ഇപ്പോൾ ഈ നമ്മുടെ സാധാ ലാംഗ്വേജിൽ, ഇപ്പോഴത്തെ 2K ലാംഗ്വേജിൽ പറയുന്നത് തേപ്പ് കിട്ടുക എന്നൊക്കെ പറഞ്ഞ, പ്രൊഫഷണലി തേപ്പ് കിട്ടാൻ ഒരിക്കലും കാമുകനെ ചതിക്കുക എന്നുള്ളതല്ല. പക്ഷെ അതിലുപരി പ്രൊഫഷണലി തേപ്പ് കിട്ടാറുണ്ട് നമുക്ക് പലപ്പോഴും.
അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ചില ആൾക്കാർക്ക് അവരെ ഒന്ന് ഉപദ്രവിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്, അവർക്കിട്ട് പണി കൊടുക്കാൻ, എന്നെ ഇത്രയും വിശ്വസിച്ചിട്ട് ഇത്രയും ഫിനാൻഷ്യലി നമ്മളെ ഇതുപോയ ആൾക്കാർക്ക് 2 പണി കൊടുക്കണം. ഇങ്ങനെയാണ് പലപ്പോഴും പലരും ചിന്തിക്കുക. പക്ഷേ ഞാൻ ആക്ച്വലി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ബുദ്ധിയില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അപ്പോഴത്തെ ഒരു എനർജി അങ്ങനെ ചിന്തിപ്പിച്ചതായിരിക്കാം. എനിവേ എക്സ് ഓർ വൈ നമുക്ക് എന്തായാലും കുഴപ്പമില്ല. പക്ഷേ നമ്മളെ ബുദ്ധിമുട്ടിച്ച, നമ്മളെ ശത്രുക്കളെന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക, അവർക്ക് മാപ്പ് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് സോൾ നല്ല രീതിയിൽ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ഉണ്ടാവും എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് കേട്ടോ. എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരു ആസ് എ എൻ്റർപ്രണർ എന്നുള്ള രീതിയിൽ എൻ്റർപ്രണറിലോട്ട് വരണമെങ്കിൽ എല്ലാവർക്കും വേണ്ടത് ഒന്ന് നമുക്ക് ഡ്രീം ഉണ്ടാവുക, അർപ്പണബോധം ഉണ്ടാവുക, കൺസിസ്റ്റൻസി ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ചിലരെന്നോട് ചോദിച്ചത് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും വീഡിയോ ഇടണമെങ്കിൽ എല്ലാ ദിവസവും കണ്ടന്റ് ഉണ്ടാക്കണം, ഇതിന് വേണ്ടി ഇരിക്കണം, ക്യാമറ സെറ്റ് ചെയ്യണം. 7-8 മണി വരെയാണ് എനിക്ക് കൺസൾട്ടേഷൻ രാത്രി. അത് കഴിഞ്ഞിട്ട് മിഡ് നൈറ്റാണ് എൻ്റെ ഷൂട്ട് വരുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക് ഇതെല്ലാത്തിനും തയ്യാറാവുകയാണെങ്കിൽ ഏതൊരു സ്ത്രീക്കും എൻ്റർപ്രണർ ആവാം. ഈ ബാക്ക് ടു ബാലൻസ് എന്ന് പറയുന്നത് 200 സ്ക്വയർ ഫീറ്റ് നിന്ന് തുടങ്ങിയ ഒരു ക്ലിനിക്ക് ഇന്ന് ബാക്ക് ടു ബാലൻസ് എവിടെ എത്തിയിരിക്കുന്നത്? ഇന്ന് ബാക്ക് ടു ബാലൻസ് എത്തി നിൽക്കുന്നത് ഒരു 6000 സ്ക്വയർ ഫീറ്റിൽ പ്ലസ് അക്കാഡമി ഉണ്ട് നമുക്കിതിൽ. ബാക്ക് ടു ബാലൻസിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് അക്കാഡമിയാണ് MRF എന്ന് പറയുന്നത്, മെറിഡിയൻ റിസർച്ച് ഫൗണ്ടേഷൻ. അതിൽ ഡിപ്ലോമ ഇൻ അക്യുപഞ്ചർ, ഡോക്ടർ ഓഫ് മെഡിസിൻ, അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി തലത്തിലുള്ള നമുക്ക് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പ്ലസ് നമുക്കിതിന് ബ്രാഞ്ചസ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു 3 ബ്രാഞ്ചസ് ആണുള്ളത്. ഒന്ന് തലശ്ശേരിയിൽ, പിന്നെ അതുപോലെ തന്നെ വടകര, പിന്നെ അതേപോലെ തന്നെ കോട്ടക്കൽ താഴെ കോട്ടക്കൽ. നിങ്ങൾ തന്നെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത്? 2 വീക്സ് കൂടുമ്പോൾ 1 ടൈം പോവും. ബാക്കി ടൈമിൽ വേറെ ഡോക്ടേഴ്സിനെ നമ്മളവിടെ ജൂനിയേഴ്സ് ഉണ്ട്. നമ്മൾ ആദ്യം എനിക്ക് തോന്നുന്നു 700 സ്ക്വയർ ഫീറ്റ്, അതിൽ നിന്നാണ് ഇപ്പൊ 6000. എത്ര സ്റ്റാഫ് ഉണ്ടാവും ഇപ്പോൾ? ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 35-40 സ്റ്റാഫ് ഉണ്ടാവും 3 വർഷം കൊണ്ട്. അതും കോവിഡ് പോലത്തെ ഏറ്റവും ടഫസ്റ്റ് ആയ ഒരു ബിസിനസ്സും തുടങ്ങരുതെന്ന് എല്ലാവരും പറഞ്ഞ സമയത്ത് എൻ്റെ ഫാദർ പറഞ്ഞതെന്ന് വെച്ചാൽ നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, തലക്ക് വട്ടുണ്ട്. അത് നിങ്ങളോട് മാത്രമല്ല, പൊതുവെ നമ്മുടെ നാട്ടിൽ ഞാൻ വിചാരിച്ചത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ ലക്ഷദ്വീപിലുണ്ടല്ലോ. പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്ക് പൊതുവെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും വീട്ടുകാരൊക്കെ പറയുന്ന സാധനം എനിക്ക് വട്ടാണെന്നാണ്. അപ്പം ഞാൻ തന്നെ ഇവിടെ തന്നെ ഈ ചെയറിൽ തന്നെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ആളുകൾ ഈ ഓൺടർപ്രണേഴ്സിനെ ക്രേസി എന്ന് വിളിക്കാം. പ്രാന്തൻ സത്യമാണത്. പ്രാന്തുള്ളവനെ ഓൺടർപ്രണർ ആവാൻ പറ്റുള്ളൂ. തൻ്റെ സ്വപ്നത്തോട്, തൻ്റെ ആഗ്രഹത്തോട്, തൻ്റെ ഐഡിയാസിനോട് പ്രാന്തമായ ഒരു അഭിനിവേശം കാണിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഓൺടർപ്രണർ ആവാൻ പറ്റൂ. അല്ലാതെ ഒരാളും നമുക്ക് റെഡ് കാർപ്പറ്റ് വിരിച്ചെന്നിട്ട് സെറീന നീതിയിലൂടെ നടന്നോ, ഷാജാന നീതിയിലൂടെ നടന്നോ എന്നിട്ട് ഇനി വലിയ ഓൺടർപ്രണർ ആവുന്ന ഒരിക്കലും പറയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. അത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. പക്ഷേ ആ റെഡ് കാർപ്പറ്റ് ഒന്നും ഉണ്ടാവില്ല. റെഡ് കാർപ്പറ്റ് നമുക്ക് വിരിക്കപ്പെടും നമ്മൾ സക്സസ് കാണിച്ചാൽ, നമ്മൾ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ റെഡ് കാർപ്പറ്റുകൾ ഉണ്ടാവും. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ 35 സ്റ്റാഫ് ഈ ഒരു യാത്രയില്ലേ, ഈ യാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പം എന്ത് തോന്നുന്നു? വളരെ പ്രൗഡ് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ ഈ 35 പേരിൽ കുറേ പേര് നമ്മുടെ സ്റ്റാഫ്സിൽ ഡിവോഴ്സ്ഡ് ആയ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫാദർ മദറും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ ജീവിത മാർഗം എന്ന് പറയുന്നത് അവർക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു വീട്ടിൽ ഒരു അരി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ സാലറിയും കൊണ്ടേ പറ്റത്തുള്ളൂ എന്ന് മാത്രമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് എക്സ്ട്രാ ഒരു വരുമാനവും ഇല്ലാത്ത ആൾക്കാരുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്നത് ഉണ്ട്. ചിലപ്പം അവർ സെപ്പറേറ്റഡ് ആയിരിക്കും. കുട്ടികളെ ഈ മദർ മാത്രം ഏറ്റെടുത്ത് നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം നമ്മുടെ ഒരു ബാക്ക് ടു ബാലൻസ് എന്നുള്ള സംരംഭത്തിൽ ഞാനൊരു ഓൺടർപ്രണറായിട്ട് നിൽക്കുന്ന എന്നിലൂടെ ഇത്രയും കുടുംബങ്ങൾ കഴിഞ്ഞു പോകുക എന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ച് അതാണ് ഏറ്റവും വലിയ ഗ്രേറ്റ്. ഇനി എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്നത് ഏകദേശം ഒരു 2000 പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ്. ഈ 2000 പേർക്ക് ജോലി കൊടുക്കണമെങ്കിൽ ഈ 6000 സ്ക്വയർ ഫീറ്റിൽ എനിക്ക് ഇത്രയും സ്റ്റാഫ് മതി അല്ലേ? അപ്പം 2000 പേർക്ക് ജോലി കൊടുക്കണമെങ്കിൽ ഞാൻ ഇനിയും വളരണം. ദാറ്റ് മീൻസ് ഞാൻ ഇനിയും നല്ല രീതിയിൽ പണിയെടുക്കാണ്ട് ഷോർട്ട് കട്ട് സക്സസിന് ഇല്ല. അയ്യോ, അങ്ങനെ ഒരു സാധനം ഇല്ല. ഇൻസ്റ്റന്റ് സക്സസ് പറഞ്ഞ സാധനം ഇല്ല. പക്ഷെ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ ടപ്പോന്ന് പറഞ്ഞാൽ ഹൈറ്റിൽ നിന്ന് താഴെ വീഴുകയും ചെയ്യും. നമുക്ക് എപ്പോഴും ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. മെറിഡിയൻ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ അക്കാദമി അതൊരു വളരെ നല്ലൊരു മൂവ്മെന്റ് ആണ്. കാരണം ആളുകളെ ശരിയായ രീതിയിൽ സയൻസ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹമായിരിക്കും അതിലേക്ക് എത്തിച്ചത്. എത്ര സ്റ്റുഡൻസ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു? നമുക്ക് ഓരോ ബാച്ചസ് ആയിട്ടാണ്. ചില ബാച്ചിൽ 20 പേരുണ്ടാവും, ചില ബാച്ചിൽ 30 പേരുണ്ടാവും. അങ്ങനെ ഇപ്പോൾ ഒരു 3 years ആയിട്ടാണ് നമുക്ക് അക്കാഡമി നമ്മൾ റൺ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് ഒരു 150-200ഓളം സ്റ്റുഡൻസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവണം. 150-200ഓളം അക്യുപഞ്ചർ പ്രാക്ടീഷണേഴ്സിനെ, സുജോഗ പ്രാക്ടീഷണേഴ്സിനൊക്കെ ഉള്ള ആളുകളെ അവിടെ എന്തൊക്കെ കോഴ്സസ് ശരിക്കും? അവർക്ക് ഇപ്പം നമുക്ക് ഡിപ്ലോമ കോഴ്സ്
കോഴ്സാണ്. അത് 2 ഇയേഴ്സ് കോഴ്സാണ്. ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ എല്ലാവരും 1 ഇയർ എന്ന് വിചാരിക്കും. അല്ല, 2 ഇയേഴ്സ് കോഴ്സാണ്. അതിൽ നമുക്ക് 1.5 ഇയർ ആണ് നമുക്ക് തിയറി പ്രാക്ടിക്കൽ എല്ലാം വരുന്നത്. പക്ഷേ ഒരു 6 മാസം കമ്പൽസറി ഇന്റേൺഷിപ്പ് ഉണ്ട് അവിടെ നിങ്ങളുടെ ക്ലിനിക്കിൽ തന്നെ. കാരണം അവിടെ എന്ന് പറയുമ്പം ഡിഫറെൻറ്റ് കേസസാണ് നമുക്ക് വരുന്നത്. എല്ലാവരും കയ്യൊഴിഞ്ഞ കേസസ് ഒക്കെ അവർ. ഈവൻ എനിക്ക് ഭയങ്കര പ്രൗഡ്, ഈ ചൈനയിലും ഒരു സ്ഥലമുണ്ട്, അതന്നെ, അവിടെയൊക്കെ പഠിച്ച MBBS കുട്ടികൾ നമ്മുടെ അവിടെ ഇന്റേൺഷിപ്പിന് വരുന്നുണ്ട്. കാരണം അവർക്ക് നോക്കുമ്പോൾ അവർ ഈ അക്യുപഞ്ചറിന് വേണ്ടിയല്ല വരുന്നത്, അവർക്ക് അതൊരു സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. പക്ഷെ എന്നാൽ പോലും അവർ അവരുടെ മോഡേൺ മെഡിസിൻസിന്റെ കൺസെപ്റ്റിലാണ് അവർ നോക്കുക. അപ്പം എൻ്റെ കേസ് ഹിസ്റ്ററി മൊത്തം അവർ നോക്കിയിട്ട് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരതിനെടുക്കും. പക്ഷെ അവർക്ക് പേഷ്യന്റിനെ കാണുകയും ഈ കേസ് ഹിസ്റ്ററി കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഇപ്പോൾ ഒരു 15,000ഓളം കേസ് ഹിസ്റ്ററീസ് സോളിഡ് ആയിട്ട് അവിടെ ഉണ്ട്. 15,000 പേരുടെ സക്സസ്ഫുൾ കേസ് ഹിസ്റ്ററീസ് ഉണ്ട്. അപ്പോൾ അതാർക്ക് വേണമെങ്കിലും സോളിഡ് ആണ്, അവിടെ വന്ന് നോക്കാം, പഠിക്കാം, ഒക്കെ ചെയ്യാം. നിങ്ങളുടെ പല വീഡിയോസിലും പല സ്ഥലത്തും ഞാൻ ഈ കാശില്ലാത്തവനും ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം കണ്ടു. അതെന്താണ് ആക്ച്വലി? ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ള. അപ്പം പലപ്പോഴും പലർക്കും ഈ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ മുടങ്ങാറുണ്ട്. അത് എനിക്ക് മനസ്സിലാക്കി തന്നെന്താണെന്ന് വെച്ചാൽ, ആദ്യ കാലഘട്ടത്തൊന്നും എനിക്ക് ഈ സെയിൽസ് സ്റ്റാഫ്സ് മീൻസ് നമുക്ക് ഈ ടെലികോളേഴ്സ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, എല്ലാം ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചില കോൾസ് വരുമ്പം മോളിത് എത്ര രൂപ ആവുന്നു? അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു 200 റുപ്പീസ് ആവും നീഡിൽസ് കാര്യങ്ങൾ ചെയ്യാൻ, ഒരു പെർ ഡേ 200 രൂപ ആകും. അപ്പോൾ അന്നത്തെ സമയത്തെന്ന് പറഞ്ഞാൽ 200 രൂപ എന്ന് പറഞ്ഞാൽ പലർക്കും അത് അഫോർഡബിൾ അല്ല. ഒരു ദിവസം 200 രൂപ, അങ്ങനെ ഒരു 7 ദിവസമോ 11 ദിവസമെങ്കിലും വരണം. അപ്പോൾ 7 ദിവസം ആകുമ്പം 1400 രൂപയോളം ആവും. അപ്പോൾ ചില അമ്മമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ എനിക്ക് ഇത് അഫോർഡബിൾ അല്ല, 200 രൂപ എനിക്ക് ഒരു ദിവസം തരാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ ചിന്തിച്ചപ്പോൾ 200 രൂപ ഒന്നും ഒരാളുടെ കയ്യിലില്ലേ? എത്രയോ ആൾക്കാർ വെറുതെ ഷവർമൊക്കെ മേടിച്ച് തിന്നണം, ഇതിപ്പോൾ അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയല്ല, അവർക്കങ്ങ് തന്നാൽ പോരെ എന്നൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ ചിന്തിച്ചു. പിന്നെ ഞാൻ വീണ്ടും ചിന്തിച്ചപ്പോൾ ഞാൻ മനസ്സിലായത് ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ, സാധാരണ കുടുംബത്തിന് 200-300 രൂപ ഒരു ദിവസം ജീവിക്കാൻ മതി. ഒരു 1/4 കിലോ, ഒരു കുറച്ച് മീനും കുറച്ച് പച്ചക്കറി ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം കഴിഞ്ഞു പോകും. പിന്നെ അരിയൊക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടും. അപ്പോൾ ആ പൈസ അവരന്ന് മറ്റേ പച്ചക്കറി മേടിക്കോ മീൻ മേടിക്കോ, ഇല്ലേ ഇത് അക്യുപഞ്ചർ വന്ന് ചെയ്യോ? അപ്പം അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, പൈസ ഇല്ലാത്തവർക്ക് എന്തുകൊണ്ട് ഈ ചികിത്സ കിട്ടുന്നില്ല? അപ്പോൾ അതുകൊണ്ടാണ് ജെനുവിനായിട്ട് തന്നെ പലരും എന്നെ പറ്റിച്ചിട്ടുണ്ട്. ബെൻസിലൊക്കെ വന്നിട്ട് കാറ്, ഞാൻ ലിറ്ററലി ഞാൻ കണ്ട കാര്യമാണ്. ഗേറ്റിൻ്റെ പുറത്ത് ബെൻസ് ഇട്ടിട്ട് വന്ന ഒരാൾ നമ്മുടെ അടുത്ത് ഒട്ടും പൈസ ഇല്ല, അതില്ല പറഞ്ഞിട്ട് നമ്മൾ ഫ്രീ ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തത്. ലാസ്റ്റ് ഞാനൊരു എമർജൻസി ഇതുപോലെ എനിക്കൊരു മീറ്റിംഗ് വന്നിട്ട് ഞാൻ പെട്ടെന്ന് ഓടേണ്ട. അപ്പോൾ ഇദ്ദേഹം താഴത്തോട്ട് വണ്ടി ഇറക്കി നമ്മുടെ പാർക്കിങ്ങിലോട്ട് വരുന്നില്ല, എന്നോട് പറഞ്ഞ് ഗേറ്റിൻ്റെ പുറത്തുണ്ട്, വേഗം വാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡ് അടുത്തോട്ട് ഓടി ചെല്ലുമ്പോൾ ഇവർ വന്ന് ഇവരുടെ കാറിൽ കയറുക. കാർ നോക്കുമ്പോൾ ബെൻസ് കാറൊക്കെ. അപ്പം ഞാൻ വിചാരിക്കുന്നത്, നമ്മളിപ്പോൾ ബെൻസ് കാറുള്ളവർ പൈസക്കാരെന്ന് നമ്മൾ അനുമാനിക്കുന്നില്ല, ചിന്തിക്കാൻ പറ്റത്തില്ല. പൈസയുടെ കാര്യം പറഞ്ഞാൽ എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ഇടിവ് വരാം. കാറുണ്ട്, വലിയ 2 നില വീടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഫിനാൻഷ്യലി അവർ സൗണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നിട്ട് പോലും എന്നാലും അതിൽ പെട്രോൾ അടിക്കണം, അതിൻ്റെ മെയിൻ്റനൻസിനൊക്കെ ഒരുപാട് കാശാവുന്നൊരു വണ്ടി ആയിരിക്കുമല്ലോ, ലക്ഷറി വണ്ടിയാണ്. പക്ഷെ എന്നിട്ട് പോലും അവരങ്ങനെ ചെയ്തല്ലോ എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും റീതിങ്ക് ചെയ്തു, ഓക്കെ ഫൈൻ, അവരുടെ കയ്യിലില്ലായിരിക്കാം, അവർ പറഞ്ഞത് സത്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുക. അങ്ങനെ കുറേ പേര് വന്ന് പറ്റിക്കാറുണ്ട്. പക്ഷെ എന്നാലും അപ്പം പലരും ചോദിക്കും, എന്താണ് ഇതിൻ്റെ മാനദണ്ഡം? നിങ്ങൾക്ക് എങ്ങനെയാണ്? മറ്റേതിലൊക്കെ ആകുമ്പോൾ മഞ്ഞക്കാർഡ് മറ്റേ കാർഡൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുക ഇവർ ജെനുവിൻ ആണെന്നുള്ളത്? പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ അതിൽ കൊടുത്തിരിക്കുന്ന മാനദണ്ഡം, നമ്മളൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ഉണ്ട് അല്ലേ, നമുക്കൊരു പ്രകൃതിക്കൊരു നിയമമുണ്ട്, അപ്പോൾ യൂണിവേഴ്സൽ ലോ ഉണ്ട്. നമ്മളുടെ അടുത്ത് ഏത് പൈസക്കാരനായാലും നമ്മളുടെ അടുത്ത് വന്ന് ഒരാൾ കൈ നീട്ടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കണമെന്നുള്ളതാണ്. നമ്മളുടെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ദാറ്റ് മീൻസ് പൈസ ഇല്ല, ഞാനത് 100% ട്രസ്റ്റ് ചെയ്യും. അവരെന്നെ പറ്റിക്കുന്നുണ്ടോ ഇല്ലയോ അത് ഞാൻ പിന്നെ യൂണിവേഴ്സിന് വിട്ടു. അത് അവർ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 200 രൂപ തരാനില്ല എന്ന് പറഞ്ഞാൽ പറ്റിച്ച ഒരാൾക്ക് ചിലപ്പോൾ പിന്നീട് ഒരു 2000 രൂപയുടെ ആവശ്യകത മീൻസ് ചിലവ് വരും. പറയാൻ പറ്റത്തില്ല. അത് ഞാനൊരു ഇതായി പറയുന്നതല്ല, ചിലപ്പോൾ അതെ നോക്കേണ്ട കാര്യമില്ല. അപ്പം ഞാനത് പിന്നെ അതുപോലെ അവരെ തന്നെ പറ്റിക്കുന്നത്. പിന്നെ അതുപോലെ ഓട്ടിസം, സെറിബ്രൽ പാലസി അങ്ങനെയുള്ള കുട്ടികൾക്ക് 100% ഫ്രീയാണ്, ഏത് വലിയ കുട്ടികൾക്കായാലും. പിന്നെ 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് ഡിസീസസിനും അവിടെ ഫ്രീ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ പലരും ചോദിക്കും, ഈ ഓട്ടിസം സെറിബ്രൽ പാലസിയൊക്കെ മാറുമോ അങ്ങനെയൊക്കെ ചോദിക്കും. നമ്മുടെ അവിടെ വന്ന ഒട്ടുമുക്കാൽ ആൾക്കാരും സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പം നോർമൽ സ്കൂളിൽ പഠിച്ചു തുടങ്ങി. അപ്പോൾ അതൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ അതിൻ്റെ ടെസ്റ്റ് മോണിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്പേഴ്സ് വേണമെങ്കിൽ അത് നമ്മൾ തരാൻ തയ്യാറാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഫ്രീ വെച്ചതെന്ന് വെച്ചാൽ, ഇത് 1-2 ദിവസം കൊണ്ട് ഒരു ചേഞ്ചസ് വരുന്നതല്ല. അപ്പോൾ ഡെയിലി ഇവർ 200-300 രൂപ ഒക്കെ തരാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വർഷങ്ങളോളം തരേണ്ട വരും. അപ്പോൾ അതൊരു വലിയ എമൗണ്ടായി മാറും. പിന്നെ മാത്രമല്ല, ഇത് ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്. കാരണം അവരുടെ ലൈഫ്
സ്റ്റൈൽ പ്രോബ്ലംസ് കൊണ്ട് വന്നൊരു രോഗമല്ലത്. അപ്പോൾ ദൈവം അവരെ ഒരു യുണീക്ക് എബിലിറ്റീസ്, നോട്ട് ഡിസബിലിറ്റീസ്, ദാറ്റ് ഈസ് എ യുണീക്ക് എബിലിറ്റീസ്. അപ്പോൾ ആ യുണീക്ക് എബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം കരങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ഒരു ദൈവ അനുഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കൂടെ ഇരിക്കുക, അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കുറച്ച് അനുഗ്രഹം നമുക്ക് കിട്ടിയാലോ. അതെ, അങ്ങനെ വിചാരിച്ചിട്ടാണ് അവർക്ക് ഫ്രീ കൊടുക്കുന്നത്. 3 വർഷം കൊണ്ടുണ്ടാക്കിയ ഒരു 3 വർഷത്തെ യാത്ര, ഒരു 3 ഡീക്കേഡ്സിൻ്റെ യാത്ര പറയാനുണ്ട് സെറീനക്ക്. 15,000-ഓളം ആളുകളുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി, 35ഓളം ആളുകൾക്ക് ലൈഫിൽ ഒരു മാർഗദർശിയാവുന്നു, 10-200ഓളം കുട്ടികളെ പഠിപ്പിച്ചു, കുറേ ആളുകൾക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഇപ്പോൾ ഒരു 6,000 സ്ക്വയർ ഫീറ്റിൽ എന്തായാലും ആ വലിയ ഡ്രീമിലേക്ക് 2,000 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു 2 ലക്ഷം സ്ക്വയർ ഫീറ്റിലേക്ക് എത്തുന്ന ഒരു ഡ്രീമിലേക്ക് നിങ്ങളിലൂടെ ഈ സയൻസിൻ്റെ ഈ മെത്തേഡിൻ്റെ തെറ്റിദ്ധാരണകൾ ആളുകൾക്ക് മാറട്ടെ. നിങ്ങളുടെ ഈ അവയർനെസ് ക്യാമ്പയിൻസും നിങ്ങൾ ഈ റിസ്ക് എടുത്ത് കേരളത്തിൻ്റെ ഒരു തല തൊട്ട് ആ തല വരെ യാത്ര ചെയ്ത് നിങ്ങളുണ്ടാക്കുന്ന ഈ ഒരു മൂമെൻറ്റ് കേരളത്തിലെ എല്ലാവർക്കും ഗുണകരമാകട്ടെ. എന്തായാലും ലക്ഷദ്വീപിൽ നിന്ന് വന്ന് ഞങ്ങളെ മരുമകളായി എന്നിനി പറയാതെ ഞങ്ങളെ മകളായി ഞങ്ങൾ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കട്ടെ. പടച്ചോൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ ഹോൾ ടീം. നല്ല രീതിയിൽ ഈ ഒരു ചാനലും നല്ല മുമ്പോട്ട് പോയി ഒരുപാട് സക്സസ് ആയിട്ടുള്ള ആൾക്കാർ വരട്ടെ. സക്സസ് അല്ലാത്തവർ വന്നിട്ട് ഈ ചാനലിലൂടെ സക്സസ് ആയി പോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. താങ്ക് യു സോ മച്ച്.